പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിൽ സിപിഎം നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. മനുഷ്യത്വപരമായ സമീപനമാണ് മുഖ്യമന്ത്രി. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ വേണ്ടിയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് പോലീസ് പ്രതി ചേർത്തതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉത്തരവാദിത്തത്തിൽ നിന്ന് സിപിഎമ്മിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. KP മോഹനൻ MLAയും CPIM പ്രാദേശിക നേതാക്കളും മരിച്ച ഷെറിന്റെ വീട്ടിൽ പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരാള് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാൾ ഒരു ക്രിമിനലായിരിക്കും എന്ന് വിചാരിക്കുക, ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെന്ന് വിചാരിക്കുക. ആ വീട്ടിലുള്ള വീട്ടുകാരില്ലേ, നിങ്ങളെ തൊട്ടടുത്താണെന്ന് വിചാരിക്കുക, നിങ്ങളവിടെ പോവില്ലേ? സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമല്ലേ അതൊക്കെ. കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. പ്രതികളായ പ്രാദേശിക ഡിവൈഎഫ്ഐ ഭാരവാഹികളെ ന്യായീകരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി പക്ഷേ പോലീസിനെ കൂടുതൽ വിമർശിക്കാൻ തയ്യാറായില്ല. സംഭവം അറിഞ്ഞ് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐക്കാരെയാണ് പ്രതി ചേർത്തതെന്ന് MV ഗോവിന്ദൻ. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരിശോധിക്കണം. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ ഇതേവരെ വെച്ചുപൊറിപ്പിച്ചിട്ടില്ല. ബോംബ് ഉണ്ടാക്കിയതും പരിക്കേറ്റതും കാണാൻ പോയതും CPMകാരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നതെന്നും VD സതീശൻ. ബോംബ് ഉണ്ടാക്കിയത് CPM, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPMകാര്, മരിച്ചവരുടെ ശവസംസ്കാരത്തിൽ പോയത് CPM നേതാക്കൾ. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. പേടിച്ചാണ് മുഖ്യമന്ത്രി കസേരയിലിരുന്നത്. സ്ഫോടനവുമായി ബന്ധമില്ലെന്ന് CPIM നേതാക്കൾ ആവർത്തിക്കുമ്പോൾ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.